എവിടാ എടുത്ത് നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ സെക്ഷൻ ആയിരുന്നു നമ്മൾ എടുത്ത് നിർത്തിയത്. അപ്പൊ ഫൗണ്ടേഷനകത്ത് നമ്മൾ എവിടം വരെ എടുത്തത്? സ്റ്റെപ്ഡ് ഫൂട്ടിങ് വരെ എടുത്തെന്ന് തോന്നുന്നു. സ്റ്റെപ്ഡ് ഫൂട്ടിങ് വരെ എടുത്തെന്ന് തോന്നുന്നു. അല്ലെ, സ്റ്റെപ്ഡ് ഫൂട്ടിങ് വരെ നമ്മൾ അത് എടുത്ത് തീർത്തിയെന്ന് തോന്നുന്നു. അപ്പൊ അത് നമുക്ക് അവിടെ തൊട്ട് കയറി വരാം. അപ്പൊ ഫൗണ്ടേഷൻ, അപ്പൊ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കുറെ ടൈപ്പ് ഫൂട്ടിംഗ് ഉണ്ട്. ആദ്യം പഠിക്കേണ്ട കാര്യം എന്തായിരിക്കും? അവിടെ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ സിമ്പിൾ ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ തിക്നെസിന്റെ 3 ഇരട്ടി ആയിരിക്കും അതിന്റെ PCC ബ്ലഡ് ക്ലോട്ടിന്റെ തിക്നെസ്. കണ്ട ഇത്രയും ടൈംസ് ഉണ്ടോ? ഇത് T ആണെങ്കിൽ ഇതിന്റെ 3 ടൈംസ് T ആയിരിക്കും ഇവിടുത്തെ താഴത്തെ വിഡ്ത്ത് കൊടുക്കുന്നത്. അത് ഓർത്ത് വെക്കണം. അപ്പൊ 3 ടൈംസ് ഓഫ് തിക്നെസ് ആയിരിക്കും നമുക്ക് ഇന്ന്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ബ്രെഡ്ത്തിന്റെ 3 ടൈംസ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്ന ബ്രെഡ്ത്ത് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് സിമ്പിൾ ആയിട്ടുള്ള വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഈ സ്റ്റെപ്ഡ് ഫൂട്ടിങ് PSCക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സ്റ്റെപ്ഡ് ഫൂട്ടിങ് സാധാരണ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് PSCക്ക് ചോദിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റെപ്ഡ് ഫൂട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോളം, അതിനെ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഓരോരോ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തായിരിക്കും ഇവിടെ? ഒരു പോയിന്റ് ലോഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിനെ പതുക്കെ എന്താ UDL ആയിട്ട് മാറ്റി, അതിനെക്കാട്ടിലും ചെറിയ വാല്യൂ ആയിട്ട് പിന്നെ മാറ്റി, ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ മാറ്റി ലോഡ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. ഇത് PSCക്ക് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ടേനിയസ് റീജിയനിൽ യൂസ് ചെയ്യുന്നത് ഏത് ഫൂട്ടിംഗ് ആണെന്ന് ഓർത്തു. അപ്പൊ ഓർത്തു വെക്കാം, മൗണ്ടേനിയസ് റീജിയനിൽ യൂസ് ചെയ്യുന്നത് ഏത് ഫൂട്ടിംഗ് ആണ്? മൗണ്ടേനിയസ് റീജിയനിൽ യൂസ് ചെയ്യുന്ന ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ടെമ്പററി വർക്കിന് യൂസ് ചെയ്യുന്ന ഫൂട്ടിംഗ് സിമ്പിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? മൗണ്ടേനിയസ് റീജിയനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണെന്ന് ഓർത്ത് വെക്കാം. മൂന്നാമത്തെ ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇൻഡിവിജ്വൽ കോളംസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഓർത്ത് വെക്കുക, ഇൻഡിവിജ്വൽ കോളത്തിന് വേണ്ടി ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് വിളിക്കാൻ പറ്റും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഫൂട്ടിംഗ് കൊടുക്കുക. അതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോളത്തിന് ഒരു ഫൂട്ടിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അടുത്തത് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതൽ കോളത്തിന് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ഫൂട്ടിംഗ് ഫോർ 2 or more കോളം. അപ്പൊ നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്ന 2 കോളത്തിന് വേണ്ടി മാത്രമാണ്. അല്ല, 2 അതിൽ കൂടുതൽ കോളത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക. അപ്പൊ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൺസ്ട്രക്റ്റഡ് ഫോർ 2 or more കോളംസ്. അപ്പൊ 2 അതിൽ കൂടുതൽ കോളത്തിന് വേണ്ടി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കാമല്ലോ, മെയിൻ ആയിട്ട് 1, 2, 3, 4 ടൈപ്പാണ്. ഒന്നാമത്തെ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം, സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പററി കൺസ്ട്രക്ഷൻ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കൺസ്ട്രക്ഷന് വേണ്ടി കൊടുക്കുന്നതാണ് സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയും. അതേപോലെ ഓർത്ത് വെക്കുക, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മൗണ്ടൈനിയസ് റീജിയനിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നായിരിക്കും. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ കോളം, അപ്പൊ ഇൻഡിവിജ്വൽ കോളത്തിന് വേണ്ടി ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത്. 2 അതിൽ കൂടുതൽ കോളത്തിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, സിമ്പിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി പറയാൻ പോകുന്നതെല്ലാം PSCക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ട് എല്ലാം ഓർത്ത് വെക്കുക. അടുത്ത വരാൻ പോകുന്ന ചോദ്യം ഏതാന്ന് നോക്കുക. അടുത്ത വരാൻ പോകുന്ന ചോദ്യമായിരിക്കും കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. അപ്പൊ ഈ കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാൻ പറ്റും. കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിന് മറ്റൊരു പേരാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഓർത്ത് വെക്കുക, സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റോ ഓഫ് കോളം, കണ്ടോ, ഒരു റോ ഓഫ് കോളത്തിന് ഒന്നിലധികം കോളം, കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം, ഇവിടെ ഒരു കോളം, ഇങ്ങനെ ഒരു റോ ഓഫ് കോളത്തിന് എല്ലാം കൂടെ ഒരൊറ്റ സ്ലാബിൽ കാസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഫുൾ ലെയർ, ഒരു 12 എണ്ണത്തിന് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയത്തില്ല, നമ്മൾ മരുന്നിന്റെ ഒക്കെ സ്ട്രിപ്പ്, അതെന്ന് പറഞ്ഞാൽ ഒരേ ലെയർ ഇരിക്കുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക, മെനി കോളംസ് ഇൻ എ റോ. അപ്പൊ ഒരു റോയിലുള്ള ഒരുപാട് കോളത്തിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. അതിനെ തന്നെ മറ്റൊരു പേരാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫൂട്ടിംഗ് ആണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കുക. സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ എന്തായിരിക്കും? സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാന്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ 2 കോളത്തിന് നമ്മളൊരു കാന്റിലിവർ ബീം വെച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കാൻ പറ്റും?
കാൻലിവർ ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കുക, രണ്ട് കോളത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു കാൻലിവർ ബീം വെച്ചിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻലിവർ ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. സ്ട്രിപ്പ് ഫൂട്ടിംഗ് പറഞ്ഞു, സ്ട്രാപ്പ് ഫൂട്ടിംഗ് പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രില്ലേജ് ഫൂട്ടിംഗ്. അപ്പൊ ഗ്രില്ലേജ് ഫൂട്ടിംഗ് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്ന ഓർത്തു വെക്കുക. ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഹെവി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ലോഡ് വരുന്നത്. അപ്പൊ ഓർത്തൊക്കെ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസ് നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആയിരിക്കും എന്തായിരിക്കും ഇവിടെ? ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ്, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്നിടത്ത് കൊടുക്കുന്ന ലോഡ് എന്തായിരിക്കും? ഫൂട്ടിംഗ് ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അതേപോലെ ഓർത്ത് വെക്കുക, എന്തായിരിക്കും? ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യിക്കുക. അപ്പൊ ഡെപ്ത് റെസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് താത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഫൗണ്ടേഷൻ എടുക്കാനും പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഗ്രില്ലേജ് ഫൂട്ടിംഗ്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും, ഗ്രില്ലേജ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് എത്രയാണ്? ഗ്രില്ലേജ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് 1 to 1.5 മീറ്റർ ആണെന്ന് ഓർക്കുക. ഗ്രില്ലേജ് ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് എത്ര ആയിരിക്കും? 1 to 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കും RSJ എന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ്, റോൾഡ് സ്റ്റീൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ഏതാണെന്ന് ചോദിക്കും. അതെന്തായിരിക്കും? ഗ്രില്ലേജ് ഫൂട്ടിംഗ് ആണെന്ന് ഓർക്കുക. അപ്പൊ റോൾഡ് സ്റ്റീൽ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ഏതാണെന്ന് ചോദിക്കും. അതാണ് ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് ഗ്രില്ലേജ് ഫൂട്ടിംഗ് എന്ന് പറയും. അതേപോലെ PSCക്ക് ചോദിക്കുന്നു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ഗ്രില്ലേജ്. അപ്പൊ ഓർത്ത് വെക്കുക, രണ്ട് ഗ്രില്ലേജ് എന്ന് പറഞ്ഞാൽ രണ്ട് RSJ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അത് എത്രയായിരിക്കും? 75 mm ആണെന്ന് ഓർത്ത് വെക്കുക. 750 mm അല്ലെങ്കിൽ 75 സെന്റിമീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. PSCക്ക് ഫൗണ്ടേഷന്റെ കേസിൽ ഓർത്ത് വെക്കുക. അതേപോലെ ലാസ്റ്റ് ഫൗണ്ടേഷൻ ആണ് മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അതും കൂടെ ഓർത്ത് വെക്കുക. എന്താണ് മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ലോ ബിയറിംഗ് കപ്പാസിറ്റിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിലിനെ വിളിക്കുന്ന പേരാണ് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അപ്പൊ ഓർത്തു വെക്കുക, ലോ ബിയറിംഗ് കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണ്? അതാണ് മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് എന്തായിരിക്കും ലോ ബിയറിംഗ് കപ്പാസിറ്റി സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ, അതേപോലെ ഒരു അടിയിൽ ഒരു സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫൂട്ടിംഗ് ആണെന്ന് ചോദിക്കും. അതാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അപ്പൊ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അപ്പൊ ഇത്രയും ടൈപ്പ് 8 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? PSCക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഓർക്കാമല്ലോ. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ എല്ലാം ഒന്നും പഠിക്കണം, നമുക്ക് വേണ്ടത് മാത്രം പഠിക്കാം. അപ്പൊ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വോൾ ഡയറക്ട്ലി റെസ്റ്റ് ഓൺ എ PCC ബെഡ് ബ്ലോക്ക്. അങ്ങനെ ഒരു കാരണവശാലും ചോദിക്കത്തില്ല. സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത് ടെമ്പററി കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫൂട്ടിംഗ് ഏതാ? അതാണ് സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത, അതിന്റെ തിക്നെസ് T ആണെങ്കിൽ അതിന്റെ 3 times തിക്നെസ് ആയിരിക്കും PCC ബ്ലഡ് ബ്ലോക്കിന്റെ തിക്നെസ് എന്ന് ഓർത്തു വെക്കുക. പിന്നെ നമ്മൾ ഓർത്തു വെക്കുന്ന സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്. എന്താണ് സ്റ്റെപ്ഡ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത? സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മൗണ്ടൈനിയസ് റീജിയനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇനി അതേപോലെ അടുത്ത പഠിക്കുന്നതാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ കോളത്തിന് വേണ്ടി മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഓരോരോ ഫൂട്ടിങ്ങിന് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാൻ പറ്റും? ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കാം. അതേപോലെ ഓർത്ത് വെക്കുക, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്താണെന്ന് പഠിച്ചു വെക്കണം. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതൽ കോളത്തിനെയോ ഒരൊറ്റ കോളത്തിന്റെ ഒറ്റ ഫൂട്ടിങ്ങിനടിയിൽ കൊണ്ടുവരിക. അതിനെ എന്ത് വിളിക്കാൻ പറ്റും? കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഓർത്തു വെക്കുക, കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൺസ്ട്രക്റ്റഡ് ഫോർ 2 or more കോളം ഈസ് നോൺ ആസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. രണ്ടോ അതിൽ കൂടുതൽ കോളത്തിനെയോ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇനി അടുത്തത് പറയുന്നതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയും. എന്താണ് കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത? കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കാൻ പറ്റും സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് വിളിക്കും. കണ്ടിന്യൂസ് ഫൂട്ടിങ്ങിന്റെ മറ്റൊരു പേര് എന്തായിരിക്കും? സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു റോ ഓഫ് കോളത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു റോ ഓഫ് കോളം and ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കോളം കിടക്കും. ഒരു റോ ഓഫ് കോളത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ എന്തായിരിക്കും? സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ എന്തായിരിക്കും? സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കാം. അതേപോലെ PSCക്ക് ചോദിക്കുന്ന മറ്റൊരു ഫൂട്ടിംഗ് ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലോഡ് ആയിരിക്കും. അപ്പൊ ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണെന്ന് ഓർത്ത് വെക്കുക.
ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കുന്ന അതിന്റെ ഡെപ്ത് 1 to 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഗ്രില്ലേജ് ഫൗണ്ടേഷന്റെ ഡെപ്ത് എത്ര? 1 to 1.5 മീറ്റർ. PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതല്ല. അപ്പൊ ഓർത്ത് ഗ്രില്ലേജ് ഫൗണ്ടേഷന്റെ ഡെപ്ത് എത്ര? ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസിൽ കൊടുക്കുന്ന ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ആ ഡെപ്ത് 1 to 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ PSCക്ക് ചോദിക്കുന്ന RSJ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്. RSJ എന്ന് പറഞ്ഞ റോൾഡ് സ്റ്റീൽ സെക്ഷനെ വിളിക്കുന്ന പേരാണ് RSJ എന്ന് പറയുന്നത്. അപ്പൊ RSJ യൂസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഗ്രില്ലേജ് ഫൗണ്ടേഷനിലാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതാണ് RSJ. ഈ രണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന RSJ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 750 mm ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ രണ്ട് RSJ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 750 mm ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഓർത്ത് വെക്കുന്ന മറ്റൊരു ഫൂട്ടിംഗ് ആയിരിക്കും മാറ്റ് ഫൂട്ടിംഗ്. മാറ്റ് ഫൂട്ടിങ്ങിന് മറ്റൊരു പേരാണ് റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയാം. അത് ഓർത്ത് വെക്കുക. ലോ ബിയറിംഗ് കപ്പാസിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഫൂട്ടിംഗ് എൻറ്റയർ സ്ലാബിന്റെ അണ്ടറിൽ ഒരു ഫൂട്ടിംഗ് ഒഴുക്കുവാണെങ്കിൽ അതിനെന്ത് വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് മാറ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇനി പറയാം. ഇപ്പം ആദ്യം നമുക്ക് എന്താ ആർക്ക് ഓർത്ത് വെക്കണ്ടേ? ആദ്യം നമുക്ക് ആര് നമുക്ക് ഓർത്ത് വെക്കാം? ജയലക്ഷ്മി ഒന്ന് പറഞ്ഞ്. ജയലക്ഷ്മി എന്താണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞ? എവിടെ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നത്? ഓ സൗണ്ട് ഇല്ല. മീനു എസ് ഒന്ന് പറഞ്ഞേ. മൗണ്ടൈനിയസ് റീജിയൻ. മൗണ്ടൈനിയസ് റീജിയൻ യൂസ് ചെയ്യുന്ന മൗണ്ടൈനിയസ് റീജിയൻ യൂസ് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കാം. അതേപോലെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബിനീഷ് ചേട്ടാ എന്തായിരിക്കും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഇൻഡിവിജ്വൽ കോളത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ്. അപ്പൊ ഇൻഡിവിജ്വൽ കോളത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക. സിജി ഒന്ന് പറഞ്ഞ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 or more കോളത്തിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ രണ്ടോ അതിൽ കൂടുതൽ കോളത്തിനെ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. അതേപോലെ ഓർത്ത് വെക്കുക. എന്തായിരിക്കും ഇവിടെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഹരിമോഹൻ ഒന്ന് പറഞ്ഞേ. റോ ഓഫ് കോളം. ഒരു റോ ഓഫ് കോളത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. അതേപോലെ ജയന്ത് ഒന്ന് പറഞ്ഞ് എന്താണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 or more കോളംസിനെ കണക്ട് ചെയ്യുന്ന കൊടുക്കുന്നതിനാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. 2 or more കാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് 2 or more കോളത്തിന് ഒന്നുകൂടെ പറഞ്ഞേ. 2 or more കോളത്തിന് കണക്ട് വിത്ത് കാൻഡിലിവർ ഫൂട്ടിംഗ്. ഓ എന്റെ പൊന്നമ്മേ മതി നിരുവളാണ്. അപ്പൊ ഓർത്ത് വെക്കുക. എന്തായിരിക്കും ഇവിടെ? രണ്ട് കോളത്തിനെ രണ്ട് കോളത്തിനെ ഒരു കാൻഡിലിവർ ബീം വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ഓർത്തോ. കാൻഡിലിവർ ബീം വെച്ച് സാധാരണ ഒരു ബീം വെച്ച് രണ്ട് കോളത്തിന് ഒരു ബീം വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? കാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന്. അപ്പൊ കാൻഡിലിവർ ബീം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് ഓർത്ത് വെക്കാം. അത് കുഴപ്പമില്ലെന്ന് ഓർത്ത് വെക്കാം. ഇനി അതേപോലെ സ്വാതി ഒന്ന് പറഞ്ഞ് ഗ്രില്ലേജ് ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന കേസിൽ കൊടുക്കുന്നതാണ് ഗ്രില്ലേജ് ഫൂട്ടിംഗ്. രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന ഫൂട്ടിംഗ് ആണ് ഗ്രില്ലേജ് ഫൂട്ടിംഗ്. ആ ഡെപ്ത് എത്ര വരെ ആയിരുന്നു? 1 to 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. അവിടെ പിന്നെ അത് മാത്രമാണോ? ഇനിയും കുറെ പോയിന്റ് ഉണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു? RSJ എന്ന് പറഞ്ഞാൽ റോൾഡ് സ്റ്റീൽ സെക്ഷൻ ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. രണ്ട് RSJ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? 750 mm ഓർത്ത് വെക്കുക. അത് കറക്റ്റാ. ലിജു ചേട്ടാ ഒന്ന് പറഞ്ഞ. ലിജു ചേട്ടാ എന്തായിരിക്കും ചേട്ടാ മാറ്റ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാല്? ലോ ബെയറിംഗ് കപ്പാസിറ്റി ഉള്ളിടത്ത് യൂസ് ചെയ്യുന്നതാണ്. സ്ലാബിന്റെ അടിയിൽ എൻറ്റയർ ആയിട്ടൊരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് മാറ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PSCക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ഓർത്ത് വെക്കാം. ഇനി അത് തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് പൈലിന്റെ കാര്യം. അപ്പൊ നമ്മൾ എന്തൊക്കെ പറയുകയാണ്? നമ്മൾ ഇന്നലെ കുറെ സെറ്റിൽമെന്റിന്റെ കാര്യങ്ങളോ പറഞ്ഞില്ലേ? അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അത് ഏതൊക്കെ സെറ്റിൽമെന്റാ വേണ്ടതെന്ന് ഓർത്ത് വെക്കാം. ഏതൊക്കെ സെറ്റിൽമെന്റ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് സോയിൽ എന്തായിരിക്കും? ഇത് സോയിൽ എന്തായിരിക്കും? സോയിലിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. അപ്പൊ ഓർത്തൊക്കെ സോയിലിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. സോയിലിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 25 mm ആണെന്ന് ഓർത്ത് വെക്കുക.
സോയിലിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് 25 mm ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ പിന്നെ അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് ക്ലേയി സോയിൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 40 mm ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ക്ലേയി സോയിൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ മാക്സിമം ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 40 mm ആണെന്ന് ഓർത്ത് വെക്കുക. തീർന്നിട്ടില്ല. ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 40 to 100 mm ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 40 to 100 mm ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർത്ത് വെക്കുക. ഇനി കുറച്ച് പൈലിന്റെ കാര്യം കൂടെ പഠിക്കാം. അപ്പൊ പൈലിനകത്ത് എന്തൊക്കെ പൈലുകളാണ് PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് നോക്കുക. ഫസ്റ്റ് പൈലായിരിക്കും ബാറ്റർ പൈൽ എന്ന് പറയും. അപ്പൊ ഓർത്തുക ഫസ്റ്റ് പൈലിന്റെ പേര് എന്തായിരിക്കും? ബാറ്റർ പൈൽ എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് പൈലാണ് ബാറ്റർ പൈൽ എന്ന് പറയും. രണ്ടാമത്തെ എന്തായിരിക്കും? ഫെൻഡർ പൈൽ. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫെൻഡർ പൈൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഫെൻഡർ പൈൽ. ഇനി അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട് ഡോൾഫിൻ പൈൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഡോൾഫിൻ പൈൽ. ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കുന്നത്. അപ്പൊ ഓർത്തുക എന്തായിരിക്കും ബാറ്റർ പൈൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് ബാറ്റർ പൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വെക്കുക ടു റെസിസ്റ്റ് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ആ പൈൽ എന്തായിരിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് ബാറ്റർ പൈൽ എന്ന് പറയും. തീർന്നിട്ടില്ല. ഇനി ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ഈ ഷിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പൊ ഷിപ്പ് കാര്യങ്ങളെല്ലാം കെട്ടി നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പിലോട്ട് വലിച്ചു കെട്ടത്തില്ല. ആ കമ്പിനെ വിളിക്കുന്ന പേരാണ് ഫെൻഡർ പൈൽ എന്ന് പറയുന്നത്. ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ഈ ഷിപ്പ് ബോട്ടിനെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ഫെൻഡർ പൈൽ എന്ന് പറയും. തീർന്നിട്ടില്ല. ഡോൾഫിൻ പൈൽ എന്ന് പറഞ്ഞൊരു പൈലുണ്ട്. ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ. ഈ ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? ഒരു കുറെ പൈൽ അടിച്ചു വെക്കും. അപ്പൊ എന്ത് ചെയ്യും? തിരമാലകൾ അടിക്കുമ്പോൾ ഈ പൈലിൽ അടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന് അതിന്റെ വേവ് ലെങ്ത് കുറയും. പ്രഷർ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ വന്ന് ഇതിനകത്ത് തട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ പ്രഷർ കുറയും. ആ ടൈപ്പ് ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഡോൾഫിൻ പൈൽ എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പതിക്ക് പഠിക്കാമല്ലോ. ഫസ്റ്റ് ബാറ്റർ പൈൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസ്റ്റ് ചെയ്യാൻ വിളിക്കുന്ന പേരാണ് ബാറ്റർ പൈൽ എന്ന് പറഞ്ഞാൽ. ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ബോട്ട് അങ്ങനെയുള്ള കാര്യത്തിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫെൻഡർ പൈൽ എന്ന് ഓർത്ത് വെക്കുക. ഡോൾഫിൻ പൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പൈപ്പ് നമ്മളൊരു ക്ലസ്റ്റർ ഓഫ് പൈൽ ആയിരിക്കാം ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ സേഫ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് ഡോൾഫിൻ പൈൽ എന്ന് ഓർത്ത് വെക്കുക. 3 ടൈപ്പ് പൈലാണ് മെയിൻ ആയിട്ടുള്ള. ഫെൻഡർ എന്തായിരിക്കും? ബാറ്റൺ, ഫെൻഡർ, ഡോൾഫിൻ പൈൽ എന്ന് ഓർത്ത് വെക്കുക. അത് മാത്രമല്ല PSCക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും അണ്ടർ റീംഡ് പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ റീംഡ് പൈൽ എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അണ്ടർ റീംഡ് പൈൽ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കോട്ടൺ സോയിലായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ബ്ലാക്ക് കോട്ടൺ സോയിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫൗണ്ടേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് അണ്ടർ റീംഡ് പൈൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക ബ്ലാക്ക് കോട്ടൺ സോയിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ റീംഡ് പൈലാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക നമ്മൾ ഇത് ഒത്തിരി ഡെപ്തിൽ പഠിക്കണം. അത്രയും ഡെപ്തിൽ വേണ്ട. ഒരു പൈൽ അടിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ബോട്ടം ഇല്ലേ, അതിന്റെ ഏറ്റവും ബോട്ടത്തിൽ എൻലാർജ് ബൾബ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് പൈലാണെന്ന് ചോദിക്കാറുണ്ട്. പൈൽ വിച്ച് ഹാസ് ആൻ എൻലാർജ് ബൾബ് അറ്റ് ദ ബേസ്. ഏറ്റവും ബേസിൽ ഒരു എൻലാർജ് ബൾബ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കി പൈൽ എന്ന് പറയാം. അപ്പൊ ഓർത്ത് വെക്കുക എൻലാർജ് ബബിൾ ഓൺ ദ ബോട്ടം ഓഫ് ദ പൈൽ. അപ്പം ബോട്ടം ഓഫ് ദ പൈൽ എൻലാർജ് ബബിൾ പോലെ ഇരിക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കി പൈൽ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക ദ സോഫ്റ്റ് സോയിൽ ഹാവിംഗ് ലിറ്റിൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ്. അപ്പൊ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈബ്രോ പൈൽ ആണെന്ന് ഓർത്തുക. അപ്പൊ ഇത്രയും പൈലുകൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ബാറ്റർ പൈൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഡോക്കിനെല്ലാം ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഡോൾഫിൻ പൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്ലസ്റ്റർ ഓഫ് പൈലാണ് ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനായിരിക്കും ഡോൾഫിൻ പൈൽ എന്ന് പറയും. അതേപോലെ ബോട്ടം മോസ്റ്റ് ഒരു എന്തായിരിക്കും? ഒരു എൻലാർജ് ബൾബ് കൊടുക്കുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് ഫ്രാങ്കി പൈൽ എന്ന് പറയും. അതേപോലെ ബെസ്റ്റ് ടൈപ്പ് ഓഫ് പൈൽ യൂസ് ഹാവിംഗ് റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് വൈബ്രോ പൈൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു തരണം. ആർക്ക് പറഞ്ഞു തരാൻ പറ്റും? ആദ്യം ഓർത്ത് വെക്കുക ഷെഫിന് എന്തായിരിക്കും ബാറ്റർ പൈൽ എന്ന് പറഞ്ഞാൽ? നിനക്ക് എന്ത് മനസ്സിലായി? ബാറ്റർ പൈലിനെ കുറിച്ച് എന്ത് മനസ്സിലായണം? ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന പൈൽ. അപ്പൊ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന പൈലിനെ വിളിക്കുന്ന പേരാണ് ബാറ്റർ പൈൽ എന്ന്. എബിൻ ജോൺസൺ എന്ന് പറഞ്ഞ എന്താണ് ഫെൻഡർ പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഈ ഷിപ്പും ബോട്ടും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ അതിനെ കെട്ടിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും ഫെൻഡർ പൈൽ എന്ന് ഓർത്ത് വെക്കുക. അതും കറക്റ്റാ. ഇനി അതേപോലെ ഓർത്ത് വെക്കുക ഫാത്തിമ ഒന്ന് പറഞ്ഞ് എന്തായിരിക്കും ഡോൾഫിൻ പൈൽ എന്ന് പറഞ്ഞാല്?
ഡോൾഫിൻ പൈൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹൈഡ്രോളിക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡോൾഫിൻ പൈൽ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ജ്യോതി ഒന്ന് പറഞ്ഞ് എന്താണ് ഫ്രാങ്കി പൈൽ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത? pile with enlarged bubble at the bottom. അപ്പൊ പൈലിനകത്ത് ഏറ്റവും എൻലാർജ് ബൾബ് ബോട്ടത്തിൽ ഭയങ്കര എൻലാർജ് ബൾബ് ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം? ഫ്രാങ്കി പൈൽ എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ വൈബ്രോ പൈൽ എന്താണ് ആർക്ക് പറയാൻ പറ്റും? സോജി ഉദയൻ എന്ന് പറഞ്ഞേ, സോജി ഉദയൻ എന്ന് പറഞ്ഞേ. ഇല്ല, പോട്ടെ. പറഞ്ഞു. കിട്ടിയില്ലേ? ഓക്കെ, പോട്ടെ. അപ്പൊ എന്തായിരിക്കും വൈബ്രോ പൈൽ എന്തായിരിക്കും? നസീമെ പെട്ടെന്ന് പറയണം. നസീമില്ല, ഒടിമോനെ ഒന്ന് പറഞ്ഞു. കിട്ടിയില്ല, കേറിയതേ ഉള്ളൂ. പോട്ടെ. അപ്പൊ ബാറ്ററി പൈലോട്ടേ കിട്ടിയിട്ടുള്ളൂ. എവിടാടാ? ബാറ്ററി പൈലോട്ട് താഴോട്ടേ കിട്ടിയിട്ടുള്ളൂ, മറ്റേ കിട്ടിയില്ല. ബാറ്ററി ഫയല്, ഫെൻഡർ ഫയല്, ഡോൾഫിൻ ഫയല്. അതിന് മുമ്പല്ലടാ ഞാനിത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടല്ല, അതിനത് കഴിഞ്ഞിട്ടല്ലേ ഞാനിത് പറഞ്ഞത്. ഫ്രാങ്കി പൈലും വൈബ്രോ പൈലും റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നു? കുഴപ്പമില്ല. അപ്പൊ സോഫ്റ്റ്, അപ്പൊ ഓർത്തുക എന്തായിരിക്കും? ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഫൈൽ ഫോർ സോഫ്റ്റ് ആൻഡ് ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റ്. അപ്പൊ ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റിനെ വിളിക്കുന്ന പേരാണ് വൈബ്രോ പൈൽ എന്ന് ഓർത്തുക. വൈബ്രോ പൈൽ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കോൺക്രീറ്റിനെ വിളിക്കുന്ന പേരാണ് വൈബ്രോ പൈൽ എന്ന് ഓർത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് വേണ്ടത്. PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ഓർത്തു വെക്കുക. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്താ വേണമെന്ന് ഓർത്തു വെക്കുക. ഒരു മിനിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെന്തായിരിക്കും? പിന്നെ ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പഠിക്കാനുണ്ട്. എന്തായിരിക്കും നമുക്ക് പിന്നെ പഠിക്കാനുള്ളത്? നമുക്ക് ഷോറിങ്, അണ്ടർ പിന്നിങ് എന്തായിരിക്കും? ഷോറിങ്, അണ്ടർ പിന്നിങ്, പിന്നെന്തായിരിക്കും? ഷോറിങ്, അണ്ടർ പിന്നിങ് എന്തായിരിക്കും? സ്കഫോൾഡിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. ഇത് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടുന്ന ഷോറിങ്, അണ്ടർ പിന്നിങ്. ഓക്കെ, ഫ്രാങ്കി പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. ഫ്രാങ്കി പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. നമുക്ക് എൻലാർജ് ആയിട്ടുള്ള ബൾബ് ഇല്ലടാ. അപ്പൊ നമുക്ക് എന്ത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് അടിക്കുക. കോൺക്രീറ്റ് ആയിട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇതിന് സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറിപ്പോകും. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറി പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യൂടാ? അപ്പം ഇത് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടിരിക്കണം. ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യൂടാ? അടിയിൽ ബോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യൂടാ? നമുക്ക് ഈ പൈലിന് ഒരു കേസ് ഉണ്ട്. ആ കേസ് മേലോട്ട് പൊക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പൊ ഇതിനകത്തോട്ട് കോൺക്രീറ്റ് വീണോണ്ടിരിക്കത്തില്ലേ? അപ്പൊ ഈ കേസ് മാറി കൊടുക്കുമ്പോഴത്തേക്ക് ഇത് സറൗണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യൂടാ? അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിപ്പോ. അപ്പോഴത്തേക്ക് ഇത് വലിയൊരു ബൾബ് താഴെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ബൾബ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ചെയ്യും? ഇതിന് മേലിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? പിന്നെയും ആ പൈലിന്റെ ക്യാപ്പ് പിന്നെ ആ മേലെ അടിയിലത്തെ സാധനമില്ല, അത് പിന്നെയും കൂടെ കൊണ്ട് താത്ത് വെക്കും. അപ്പോഴത്തേക്ക് ഇവിടെ ടൈറ്റ് ആവും. പിന്നെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടി പോകും. അപ്പൊ ഈ താഴത്തെ എന്തായിരിക്കും? നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതാണ് എന്തായിരിക്കും PSCക്ക് ചോദിക്കുന്നത് എൻലാർജ് ബബിൾ അറ്റ് സ്റ്റെം. ബോട്ടത്തിൽ ഏറ്റവും എൻലാർജ് ബൾബ് കൊടുക്കുന്ന ഏതാണെന്ന് ചോദിക്കും. അതാണ് ഫ്രാങ്കി പൈൽ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് ഓർത്ത് വെക്കുക. ഇനി ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയായിരിക്കും? ഓർത്ത് വെക്കുക. സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഓർത്ത് വെക്കുക. എന്താണ് സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യം? സ്കഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്ട്രക്ചർ. എന്ത് ഈ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ? ടെമ്പററി സ്ട്രക്ചർ. എന്തായിരിക്കും ടെമ്പററി സ്ട്രക്ചർ? ടു സപ്പോർട്ട് മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പൊ മെന്നിനെയും മെറ്റീരിയലിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ്. പക്ഷെ മെന്നും മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും സ്കഫോൾഡിങ്. എത്ര മീറ്റർ ഹൈറ്റ് മേളി വരുമ്പോൾ 1 അപ്പൊ ഓർത്തൊക്കെ സ്കഫോൾഡിങ് ഈസ് എ ടെമ്പററി പ്ലാറ്റ്ഫോം. സ്കഫോൾഡിങ് ഈസ് എ ടെമ്പററി പ്ലാറ്റ്ഫോം പ്രൊവൈഡഡ് ഫോർ ബാറ്ററിയുടെ scaffolding is a temporary structure. Scaffolding is a temporary platform constructed for support men and material when the height of the working level exceed 1.5 meter. അപ്പൊ 1.5 മീറ്ററിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്? സ്കഫോൾഡിങ് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓർത്ത് വെക്കുക, സ്കഫോൾഡിങ് is a temporary platform constructed to
സപ്പോർട്ട് മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പൊ മെന്നിനെയും മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ സ്കഫോൾഡിംഗ് ഈസ് എ ടെമ്പററി പ്ലാറ്റ്ഫോം കൺസ്ട്രക്റ്റഡ് ടു സപ്പോർട്ട് മെൻ ആൻഡ് മെറ്റീരിയൽ വെൻ ദ ഹൈറ്റ് ഓഫ് ദ വർക്കിംഗ് ലെവലിന്റെ ഹൈറ്റ് എത്രനേക്കാട്ടിലും എക്സീഡ് ആകുമ്പോഴാ 1.5 മീറ്ററിനെക്കാട്ടിലും എക്സീഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ സ്കഫോൾഡിംഗ് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഈ കുതിരയൊക്കെ ഇടത്തില്ല, സ്കഫോൾഡിംഗ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ ഓർത്തുക, വലിയ കൺസ്ട്രക്ഷൻ ആണ് എന്തിക്കട്ടെ, ഇപ്പൊ വലിയൊരു മേസണറി വോൾ, ഇവിടെ ഒരു മേസണറി വോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തോ ചെയ്യുന്ന ഓർത്തുക, നമ്മൾ കുറെ മുള കൊണ്ട് ഇങ്ങനെ ഇടും സൈറ്റിൽ, വലിയ വലിയ മുളകൾ കൊണ്ട് കുഴിച്ചിടും വെർട്ടിക്കലി. അപ്പൊ ഓർത്തുക, ഇങ്ങനെ വെർട്ടിക്കലി കുഴിച്ചിടുന്ന മുളയെ വിളിക്കുന്ന പേരായിരിക്കും എന്തായിരിക്കും വിളിക്കുന്നത്? സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കും. അപ്പൊ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്കഫോൾഡിനെ എന്തോ വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കും. അപ്പൊ ഈ വെർട്ടിക്കൽ മെമ്പറിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കും. അപ്പൊ വെർട്ടിക്കൽ മെമ്പറിനെ എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ മെമ്പർ കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? അതിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ എന്ന് വിളിക്കുക. അപ്പം എന്തായിരിക്കും? ഹൊറിസോണ്ടൽ മെമ്പറിനെ സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയും. അപ്പൊ ഓർത്തുക, ലെഡ്ജറിനെ കുറിച്ച് കിട്ടിയല്ലോ. ഇനി ലെഡ്ജർ കഴിഞ്ഞ് തീർന്നിട്ടില്ല. എന്തു ചെയ്യും? ഈ ലെഡ്ജറിനെ വോളിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു വോൾ ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. അതിനെ എന്ത് വിളിക്കാൻ പറ്റൂടാ? അതിനെ വിളിക്കുന്ന പേരാണ് പുട്ട് ലോക്സ് എന്ന് വിളിക്കും. അപ്പൊ ഓർത്തുക, അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? പുട്ട് ലോക്ക്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെ എന്ത് ചെയ്യും? ഇത് വെളിക്കോട്ട് തെള്ളി പോവാതിരിക്കാൻ വേണ്ടി അവിടെ കൊടുക്കുന്നതായിരിക്കും പുട്ട് ലോക്സ് എന്ന് പറഞ്ഞു. അതും കറക്റ്റ്. എന്നിട്ട് ഈ ആൾക്കാർ ഇതിന് മേലോട്ട് നമ്മൾ എന്ത് ചെയ്യും? പൊക്ക് വിട്ടതിന് ശേഷം ഇവിടെ നമ്മൾ ബോർഡ് വെച്ച് കൊടുക്കത്തില്ലേ? കാരണം നമ്മൾ നിന്ന് തേക്കാൻ വേണ്ടി എന്തോ ചെയ്യുവാടാ? മെയിൻ ആയിട്ട് ഇതിന് മേലോട്ട് നിന്ന് തേക്കാൻ വേണ്ടി ഒരു ബോർഡ് ഇട്ട് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ടോ ബോർഡ് എന്ന് പറയും. അപ്പൊ ഓർത്തൊക്കെ ഈ ബോർഡിനെ എന്തോ വിളിക്കാൻ പറ്റും? ടോ ബോർഡ് എന്ന് ഓർത്തൊക്കെ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒന്നും കൂടെ പറയാം. എന്തായിരിക്കും സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ടെമ്പററി പ്ലാറ്റ്ഫോം ആണ്. എന്തായിരിക്കും? ഈ ലേബറിനെയും മെന്നിനെയും മെറ്റീരിയലിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടെമ്പററി പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? സ്കഫോൾഡിംഗ് എന്ന് പറയും. അതിന്റെ വർക്കിംഗ് ഹൈറ്റ് 1.5 മീറ്ററിനെക്കാട്ടിലും മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും കൊടുക്കുന്നത്? സ്കഫോൾഡിംഗ് ആണെന്ന് ഓർത്തു വെക്കാം. സ്കഫോൾഡിങ്ങിനകത്ത് ഓർത്തിരിക്കേണ്ട ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഓർത്തു വെക്കുക, വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്കഫോൾഡിങ്ങിന് എന്ത് വിളിക്കാൻ പറ്റും? അപ്പൊ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കും. അപ്പൊ വെർട്ടിക്കൽ മെമ്പർ ഓഫ് എ സ്കഫോൾഡിങ്ങിനാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കും. അതിലൊരു ഹൊറിസോണ്ടൽ മെമ്പർ പ്രൊവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? ലെഡ്ജർ എന്ന് വിളിക്കാൻ പറ്റും. ഓർക്കുക, ഈ ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യും? വോളുമായിട്ട് കണക്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഇവിടെ പുട്ട് ലോക്സ് എന്ന് പറയും. അപ്പൊ ഇതിന് മേളിൽ നിന്നിട്ട് നമ്മൾ തേക്കത്തില്ല, അതിനുവേണ്ടി ഒരു ബോർഡ് ഇട്ട് കൊടുക്കും. നമ്മളൊരു പലക ഇട്ട് കൊടുക്കും. ആ പലകയെ വിളിക്കുന്ന പേരാണ് ടോ ബോർഡ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ, ടോ ബോർഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് PSCക്ക് ചോദിക്കാറുണ്ടെന്ന് ഓർത്തു വെക്കുക. ഇനി ഇതിനെല്ലാം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറുകെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കും. എല്ലാവർക്കും ഒരേ കുറുകെ ഇങ്ങനെ ഒരു സാധനം കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? ഇവിടെ റാക്കേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇൻക്ലൈൻഡ് മെമ്പർ ടു സപ്പോർട്ട് ദ ഫ്രെയിം വർക്ക്. അപ്പൊ ഇൻക്ലൈൻഡ് മെമ്പർ ടു സപ്പോർട്ട് ദ ഫ്രെയിം വർക്കിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും? റാക്കേസ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് എന്തായിട്ട് വരുന്നത്? PSCക്കകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സ്കഫോൾഡിങ്ങിന്റെ കാര്യം കഴിഞ്ഞല്ലോ. ഇത്രയും കാര്യങ്ങളാണ് സ്കഫോൾഡിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. ഇത് മാത്രമല്ല സ്കഫോൾഡിങ്ങിനകത്ത് പഠിക്കേണ്ടത്, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. എന്തായിരിക്കും ഓർത്ത് വെക്കേണ്ടത്? സ്കഫോൾഡിങ് പല ടൈപ്പ് സ്കഫോൾഡിങ്. അപ്പൊ ഒരു റോയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ സ്കഫോൾഡിങ് ഇട്ട് പോവുകയാണെങ്കിൽ എന്താ വിളിക്കാൻ പറ്റും? സിംഗിൾ സ്കഫോൾഡിങ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. അതേസമയം 2 ലെയർ കണ്ട് ഇങ്ങനെ കൊടുത്തു ഇവിടെയും ഇവിടെ ഇവിടെ ഇങ്ങനെ. അപ്പൊ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? അതിനെ വിളിക്കുന്ന ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് ഓർക്കുക. അപ്പൊ സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരൊറ്റ ലെയറിനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയാം. അപ്പൊ 2 ലെയറിൽ കൊടുക്കുന്ന സ്കഫോൾഡിങ്ങിന് എന്താ വിളിക്കാൻ പറ്റും? ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്തായിട്ട് ഓർത്ത് വെക്കേണ്ട? PSCക്കകത്ത് വരുന്ന കാര്യങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പൊ സ്കഫോൾഡിങ്ങിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. സ്കഫോൾഡിങ്ങിനകത്ത് ഇത് മാത്രമല്ല PSC ചോദിക്കുന്നത്, ഡബിൾ സ്കഫോൾഡിങ്ങിന്റെ കേസ് ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്ന് എടുത്തോട്ടെ. അപ്പം ഡബിൾ സ്കഫോൾഡിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസം എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ മുമ്പേ പുട്ട്ലോഗ് ഇല്ലേ? അപ്പൊ ഡബിൾ സ്കഫോൾഡിങ്ങിന് പുട്ട്ലോഗ് എന്ന് പറഞ്ഞാൽ വോളും നമ്മൾ എന്ത് ചെയ്യും? ഒരു സിംഗിൾ സ്കഫോൾഡിംഗ് ആയിട്ട് ലെഡ്ജറുമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനത്തിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് പുട്ട്ലോഗ്. അതേ സെയിം സാധനം തന്നെ ഡബിൾ സ്കഫോൾഡിങ്ങിന്റെ കേസിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിന് എന്തോ വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസം എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസം. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് PSCക്ക് ചോദിക്കത്തുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കുക, ട്രാൻസം എന്ന് ഓർത്ത് വെക്കുക.
അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും ഓർത്ത് വെക്കേണ്ടത്. ഇനി അതേപോലെ എന്തായിരിക്കും സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒറ്റ ഇതാണെങ്കിൽ അതിനെ സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയും. 2 ലെയർ കൊടുക്കുവാണെങ്കിൽ ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറയും. ഇനി PSCക്ക് തീർന്നിട്ടില്ല. നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞ സ്കഫോൾഡിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു 50 നിലയുടെ പണി കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം നമ്മൾ ഓർത്ത് വെക്കുക, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പം പോട്ടെ, ഞാനൊരു 20 നിലയുടെ MGയുടെ ഒരു പണിയും സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലാറ്റ് പണിയും, പിന്നെ എനിക്ക് കുറച്ചുകൂടെ പൈസ കിട്ടി, ഫീസ് കിട്ടിയപ്പോഴത്തേക്ക്. അപ്പോൾ ഓർത്ത് വെക്കുക, ഞാൻ 2 നിലയും കൂടെ പിന്നെ എക്സ്ട്രാ പണിയാൻ പോയി. അപ്പൊ 2 നിലയും കൂടെ ഞാൻ പണിഞ്ഞിട്ടു. അപ്പൊ ഓർത്ത് വെക്കുക, അപ്പൊ ഞാൻ ഈ ഞാൻ സ്കഫോൾഡിങ് ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക, ഞാൻ എവിടുന്ന് അടിച്ചു, താഴെ ഈ 50 നിലയിൽ അടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് ക്യാൻലിവർ ആയിട്ടൊരു സാധനം കൊടുക്കും. എന്നിട്ട് ഇതിനെ എവിടെയെങ്കിലും കണക്ട് ചെയ്തിട്ട് മേലോട്ട് ഇങ്ങനെ സ്കഫോൾഡിങ് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് നീഡിൽ അല്ലെങ്കിൽ ക്യാൻലിവർ സ്കഫോൾഡിംഗ് എന്ന് പറയും. അത് റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പൊ എന്തായിരിക്കും, കൺസ്ട്രക്റ്റഡ് ടു ക്യാരിഡ് ഔട്ട് എന്തായിരിക്കും, അപ്പർ പാർട്ട് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ അപ്പർ പാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അപ്പൊ ഓർത്തു വെക്കാൻ, നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പർ പാർട്ട് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അതേപോലെ തീർന്നിട്ടില്ല, പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്താണെന്ന് ഓർത്ത് വെക്കാം. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്താണ്? സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് വെക്കുക. സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കഫോൾഡിംഗ് യൂസ് ഫോർ മെയിൻ്റനൻസ് വർക്ക്. ഇപ്പൊ ഓർത്ത് വെക്കുക, ഇതിന് മേളിലൊരു 10 നിലയുടെ മേളിലൊരു ബൾബ് മാറാൻ കിടക്കുക. നമ്മൾ ഇതേപോലെ കുത്തിയിടാൻ പോകും? ഒരിക്കലും ഇല്ല. കാരണം ഇതുപോലെ സ്കഫോൾഡിംഗ് ഇടാൻ പോകും? ഇല്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് വല്ല ഏണിയോ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇറങ്ങിയ ബൾബൊക്കെ മാറിയിടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ മെയിൻ്റനൻസ് വർക്കിന് യൂസ് ചെയ്യുന്ന ഏത് സ്കഫോൾഡിംഗ് ഓർത്ത് വെക്കുക, അതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് ഓർത്ത് വെക്കുക. തീർന്നിട്ടില്ല, പിന്നെ എന്തായിരിക്കും ഇവിടെ സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അപ്പൊ സ്റ്റീൽ സ്കഫോൾഡിങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും ഇവിടെ? സ്റ്റീൽ ഓർത്തുക സ്കഫോൾഡിങ്. ഓക്കെ. അപ്പൊ സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഹൈറ്റിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോ ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഇല്ലേ നെട്ടും ബോൾട്ടും ഇട്ട് മുറുക്കുന്ന സാധനം, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അപ്പൊ സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് വർക്കിംഗ് ഹൈറ്റ് ലെവലിലും നമുക്ക് എന്ത് ചെയ്യും, കൊടുക്കാൻ പറ്റുന്നതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറയും. അതൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ PSCക്ക് ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ട്രെസിൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അപ്പൊ ഈ ട്രെസിൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ കേസിൽ, ഇപ്പൊ ഹിന്ദുക്കളുടെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ കേസിനകത്ത് നമുക്കറിയാം എന്ത് ചെയ്യും, വലിയ ഹൈറ്റ് ആയിരിക്കും ഓഡിറ്റോറിയം. അപ്പൊ അതിന് മേളിൽ എന്ത് ചെയ്യും, ഒരുക്കാൻ നിൽക്കണം. അപ്പൊ ഒരുക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു തെല്ലിക്കൊണ്ട് വരുന്ന വണ്ടിയുടെ മേളിൽ ഒരുത്തൻ കയറിയിരിക്കും. എന്നിട്ട് അതിന് മേളിലൊക്കെ കൊണ്ട് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഈ സാധനം കെട്ടും. അതിനെ വിളിക്കുന്ന പേര് എന്തായിരിക്കും, ട്രെസിൽ സ്കഫോൾഡിംഗ് എന്ന് പറയാം. അപ്പൊ മാക്സിമം ഹൈറ്റിന് എത്ര മീറ്റർ ആയിരിക്കും, 5 മീറ്റർ. അപ്പൊ 5 മീറ്ററിന് മുകളിലുള്ള വർക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക്, അപ്പൊ 5 മീറ്ററിന് 5 മീറ്ററിന് മുകളിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് സ്കഫോൾഡിംഗ് ആയിരിക്കും, ട്രെസിൽ സ്കഫോൾഡിംഗ് ആണെന്ന് ഓർത്ത് വെക്കാം. ഒരു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് പാറ്റന്റ് സ്കഫോൾഡിംഗ് എന്ന് ഓർത്ത് വെക്കാം. ഇത്രയും ടൈപ്പ് സ്കഫോൾഡിങ്ങിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിരിപ്പം വേണം. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ സിംഗിൾ ലെയറിൽ കൊടുക്കുന്ന സ്കഫോൾഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയും. ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 2 അപ്പുറം ഇപ്പുറം 2 ഇത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ സ്കഫോൾഡിംഗ് എന്ന് ഓർത്ത് വെക്കുക. അതേപോലെ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്തായിരിക്കും, കാന്റിലിവർ സ്കഫോൾഡിംഗ്. അപ്പർ പാർട്ട് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ കൊടുക്കുന്ന സ്കഫോൾഡിംഗ് ആണ് എന്തായിരിക്കും ഇവിടെ, നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അതേപോലെ തീർന്നില്ല, ട്രെസിൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ഓഡിറ്റോറിയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സ്കഫോൾഡിംഗ് എന്ന് ചോദിക്കും, അതാണ് ട്രെസിൽ സ്കഫോൾഡിംഗ് എന്ന് പറയും. അതേപോലെ ഓർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം എന്തായിരിക്കും ഇവിടെ, സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഹൈറ്റ് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് വിളിക്കുന്നതാണ് എന്തായിരിക്കും, സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാമല്ലോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സ്കഫോൾഡിങ്ങിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് ഓർത്ത് വെക്കാം. അപ്പം കുഴപ്പമില്ലല്ലോ. ഇനി ഈ സ്കഫോൾഡിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് എന്തായിരിക്കും അഖിലെ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാല് പറഞ്ഞു. ടെമ്പററി സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മെറ്റീരിയല് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടെമ്പററി സ്ട്രക്ചർ. അപ്പൊ ഓർത്തുവെക്ക. അപ്പൊ എന്തായിരിക്കും, അപ്പൊ ഓർത്തുവെക്ക ടെമ്പററി പ്ലാറ്റ്ഫോം കൺസ്ട്രക്ടഡ് ഫോർ മെൻ ആൻഡ് മെറ്റീരിയൽ. അപ്പൊ എന്ത് ഓർത്തു വെക്കുക, നമ്മുടെ ഈ മേക്കാർഡിനെയും അയാളുടെ സാധനത്തിനും എല്ലാം കൂടെ സപ്പോർട്ട് ചെയ്യാൻ വിളിക്കുന്ന ടെമ്പററി വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിംഗ് എന്ന് വിളിക്കും. അതേപോലെ ഓർത്തു വെക്കുക, എന്തായിരിക്കും സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജയലക്ഷ്മി ഒന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ജയലക്ഷ്മി സ്റ്റാൻഡേർഡ് എന്തായിരിക്കും? ഇല്ല, പൊട്ടെ. വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. അപ്പൊ ഒറിസോണ്ടൽ മെമ്പറിനെ എന്ത് വിളിക്കാൻ പറ്റും, സൗമ്യ ലെഡ്ജർ എന്ന് വിളിക്കാൻ പറ്റും എന്ന് ഓർത്തു വെക്കാം. അതേപോലെ ഓർത്തു വെക്കുക എന്തായിരിക്കും, അതേപോലെ പുട്ട്ലോപ്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്കഫോൾഡിംഗ് കൊടുക്കുന്നതാണോ ഡബിൾ സ്കഫോൾഡിംഗ് കൊടുക്കുന്നതാണോ, ലിജോ?
ഫുട്ട് ലോക്സ് സിംഗിൾ സ്കഫോൾഡിങ് കൊടുക്കുന്നതാണോ ഡബിൾ സ്കഫോൾഡിങ് കൊടുക്കുന്നതാണോ? അത് വാളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? അപ്പൊ സിംഗിൾ ആയിരിക്കും. സിംഗിൾ സ്കഫോൾഡിങ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഡബിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത് ഏത് പീസ് ഏതായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. എന്തായിരിക്കും അത്? ഏതായിരിക്കും? ട്രാൻസം ആണോ അതോ ഫുട്ട് ലോക്സ് ആയിരിക്കുമോ? അതാർക്ക് പറയാൻ പറ്റും? സഗാവെ. ബൂത്ത് കമ്മിറ്റിയിൽ കണ്ടുപോയിരിക്കും തോന്നുന്നു. അപ്പൊ ഓർത്ത് വെക്കുക, എടാ ഡബിൾ സ്കഫോൾഡിങ് കൊടുക്കുന്നത് ഏതായിരിക്കും? ഫുട്ട് ലോക്സ് ആയിരിക്കോ ട്രാൻസം ആയിരിക്കോ? ഫുട്ട് ലോക്സ് ആണോ? ഫുട്ട് ലോക്സ് ആണോ ഡബിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്? ട്രാൻസം ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡബിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത് ട്രാൻസം ആണെന്ന് ഓർത്ത് വെക്കുക. കാൻലിവർ അല്ലെങ്കിൽ എന്തായിരിക്കും? കാൻലിവർ അല്ലെങ്കിൽ നീഡിൽ സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്ന എവിടെ ആയിരിക്കും ടീനെ? ബിസി സ്ട്രീറ്റ് കൂടിയ ബിൽഡിംഗ് ഒക്കെ വരുമ്പോ. അപ്പൊ ഹൈറൈസ് ബിൽഡിംഗിൽ കൊടുക്കുന്ന എന്തായിരിക്കും? അപ്പൊ അവിടെ കൊടുക്കുന്നതായിരിക്കും എന്തായിരിക്കും? കാൻലിവർ അല്ലെങ്കിൽ നീഡിൽ സ്കഫോൾഡിംഗ് എന്ന് വിളിക്കും. അതേപോലെ ജ്യോതി എന്ന് പറഞ്ഞ സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എവിടെ ആയിരിക്കും? മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയിട്ട്. മെയിൻ്റെനൻസ് വർക്കിനായിരിക്കും. അതേപോലെ ഓർത്ത് വെക്കുക, ലിജു ചേട്ടാ ഒന്ന് പറഞ്ഞ ട്രസിൽ സ്കഫോൾഡിംഗ് എവിടെ ആയിരിക്കും ലിജു ചേട്ടാ യൂസ് ചെയ്യുന്നത്? 5 മീറ്ററിന് മുകളിലോട്ട് വർക്ക് ചെയ്യാൻ. അത് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്ന? സാധാരണ ഓഡിറ്റോറിയത്തിലായിരിക്കും ഓർത്ത് വെക്കുക. പാറ്റന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡ് വിളിക്കുന്ന പേരാണ് പാറ്റന്റ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാമല്ലോ. ഇനി നമുക്ക് ഇനിയും കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാമല്ലോ. ഇനി നമുക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഓർത്ത് വെക്കുക? ഷോറിങ്ങിനെ കുറിച്ച് പഠിക്കണം. എന്താണ് ഷോറിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളെന്ന് ആദ്യം ഓർത്ത് വെക്കുക. ഷോറിങ് എന്താണ്? ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഷോറിങ്സ് ആർ യൂസ്ഡ് ഫോർ സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ ടെമ്പററി. അപ്പൊ അൺസേഫ് സ്ട്രക്ചറിനെ നമ്മൾ ടെമ്പററി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഷോറിംഗ് എന്ന് വിളിക്കും. അപ്പൊ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ഷോറിങ്സ് ആർ യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് അൺസേഫ് സ്ട്രക്ചേഴ്സ് ടെമ്പററി. എന്ന് വെച്ചാൽ ചരിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിംഗ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കും. കൊടുക്കത്തില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഷോറിംഗ് എന്ന് പറയും. അപ്പൊ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂസ്ഡ് ഫോർ സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ. അപ്പൊ അൺസേഫ് സ്ട്രക്ചർ ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുത്തിച്ചാരി വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോറിംഗ് എന്ന് പറയും. അപ്പൊ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്റ്റഡ് അൺസേഫ് സ്ട്രക്ചേഴ്സ് ടെമ്പററി. അതിനെ വിളിക്കുന്ന പേരാണ് ഷോറിംഗ് എന്ന് പറയും. അപ്പൊ ഷോറിംഗ് പല ടൈപ്പിലുള്ള ഷോറിംഗ് ഉണ്ട്. ആദ്യം ഓർത്ത് വെക്കുക റാക്കിംഗ് ഷോറിംഗ് എന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്തായിരിക്കും? റാക്കിംഗ് ഷോറിംഗ് എന്ന് ഓർത്ത് വെക്കുക. റാക്കിംഗ് ഷോറിംഗ് ഉണ്ട്, രണ്ടാമത്തെ ഫ്ലൈ ഷോറിംഗ് ഉണ്ട്, മൂന്നാമത്തെ ഡെഡ് ഷോറിംഗ് ഉണ്ട്. ഈ 3 കാര്യങ്ങളുണ്ട്. റാക്കിംഗ് ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, അത് ഇൻക്ലൈൻഡ് സപ്പോർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റാക്കിംഗ് എന്ന് പറയും. അതേസമയം ഡെഡ് ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഡെഡ് ഷോറിംഗ് അല്ലെങ്കിൽ ഫ്ലൈ ഷോറിംഗ്. ഡെഡ് ഷോറിംഗ് ഉണ്ട്, ഫ്ലൈ ഷോറിംഗ് ഉണ്ട്. ഫ്ലൈ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈ എന്ന് പറഞ്ഞു. അതേസമയം ഡെഡ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും? ഇവിടെ 3 ടൈപ്പ് ഷോറിംഗ് മെയിൻ ആയിട്ടുള്ള. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റാക്കിംഗ് ഷോറിംഗ് എന്ന് പറയാം. അപ്പൊ റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സപ്പോർട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റാക്കിംഗ് ഷോറിംഗ് എന്ന് പറയും. അപ്പൊ ഫ്ലൈ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈ ഷോറിംഗ് എന്ന് പറയും. അതേപോലെ ഓർത്ത് വെക്കുക, ഡെഡ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെർട്ടിക്കൽ വെർട്ടിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഡെഡ് ഷോറിംഗ് എന്ന് പറയാം. ഈ 3 കാര്യങ്ങളായിരിക്കും. വെർട്ടിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഡെഡ് ഷോറിംഗ് എന്ന് പറയാം. അപ്പൊ ഷോറിങ്ങിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഷോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തൊക്കെ ഒരു മതിൽ ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുക. അപ്പൊ അതിന് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഒരു ഊന്ന് കൊടുക്കുക. അതിനെ എനിക്ക് എന്തോ വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേര് റാക്കിംഗ് ഷോറിംഗ് എന്ന് പറയാം. കാര്യം ഒരു ഇൻക്ലൈൻഡ് സപ്പോർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെന്തോ വിളിക്കാൻ പറ്റും? റാക്കിംഗ് ഷോറിംഗ് എന്ന് വിളിക്കാൻ പറ്റും. ഫ്ലൈ ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുക. അപ്പൊ ഒരു ബിൽഡിംഗ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുക, അടുത്തൊരു അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇതിനെ കെട്ടി നിർത്തിയിരിക്കുക. ഒരു കുറെ പലകയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടി നിർത്തിയിരിക്കുക. അതിനെയാണ് ഹൊറിസോണ്ടൽ, അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈ ഷോറിംഗ് എന്ന് പറയും. അതേസമയം എന്തായിരിക്കും? താഴോട്ട് വല്ല സാധനം ഇടിഞ്ഞു പൊളിഞ്ഞു, അപ്പൊ താഴെ നിന്നൊരു സപ്പോർട്ട് ഇങ്ങനെ ഊന്ന് കൊടുത്ത് വെച്ചിരിക്കുക. അതിനെന്ത് വിളിക്കാൻ പറ്റും? ഡെഡ് ഷോറിംഗ്. അതിനെ ഡെഡ് ഷോറിനെ മറ്റൊരു പേര് പറയാൻ പറ്റും, വെർട്ടിക്കൽ ഷോറിംഗ് എന്ന് വിളിക്കാം. ഈ 3 കാര്യങ്ങളാണ് ഷോറിങ്ങിനകത്ത് ഓർത്ത് വെക്കണം. അപ്പൊ ഇത് 2 ടെമ്പററി സ്ട്രക്ചറാണ്. ഏത്? അപ്പൊ എന്തായിരിക്കും? ഷോറിംഗ് ടെമ്പററി സ്ട്രക്ചറാണ്. അതേപോലെ എന്തായിരിക്കും? സ്കഫോൾഡിംഗ് ടെമ്പററി സ്ട്രക്ചറാണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഓർത്ത് വെക്കുക, അണ്ടർ പിന്നിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. അടുത്താണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ. ഒരു ഫൗണ്ടേഷന്റെ അടിയിലോട്ട് പുതിയൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തോ വിളിക്കാൻ പറ്റും? അണ്ടർ പിന്നിങ് എന്ന് വിളിക്കും. അപ്പൊ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ഓൺ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ. അപ്പൊ ഒരു പുതിയ ഫൗണ്ടേഷൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ അടിയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തോ വിളിക്കാൻ പറ്റും? അണ്ടർ പിന്നിങ് എന്ന് പറയാം. അപ്പൊ പ്ലേസിംഗ് ഓഫ്
എന്തായിരിക്കും പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ഓൺ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ. ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷനെ മാറ്റിക്കൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ പഴയ ഒരു ഫൗണ്ടേഷനാണ്. അപ്പൊ ഈ പഴയ ഫൗണ്ടേഷൻ എനിക്ക് മാറ്റണം, കാരണം ഇത് ദ്രവിച്ചു പോയി. അപ്പൊ ഞാൻ ഇതിന് എന്ത് ചെയ്യും, കുറെ ഇങ്ങനെ ഊന്ന് നിർത്തും, എന്നിട്ട് ഈ താഴത്തെ എല്ലാം ഇടിച്ചു പൊളിച്ച് കളയും, എന്നിട്ട് പുതിയൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് ഈ ഊന്ന് മാറ്റും. അപ്പൊ ഇതിന് മേളിൽ എന്തിരിക്കത്തില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർ പിന്നിങ്. പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ഓൺ ദി എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഒക്കെ ഓർത്ത് വെക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും, അണ്ടർ പിന്നിങ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് PSC ക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഇനി പുതിയ ഫൗണ്ടേഷൻ വെക്കുന്നതാണ് എന്തായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും, അണ്ടർ പിന്നിങ് എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണേ, ചോദിച്ചോ. ഇനി ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ. അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നിഫിക്കൻ ഒരു കുറെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ അതിന്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടൊന്ന് പറയണം. ഇനി അത് ചോദിച്ചു. ഇനി അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നാൽ, സ്പീഡ് കൂടുതലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചേക്കണേ. അപ്പൊ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണേ. ചോദിച്ചു. ജയന്ത കറക്റ്റ് ആയോടോ? കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി അതേപോലെ കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും താണ്ട. നമ്മൾ ഈ മുമ്പ് ഫൗണ്ടേഷന്റെ കാര്യത്തിൽ 3 കാര്യങ്ങളൊന്ന് പഠിക്കാനുണ്ട്. ഫൗണ്ടേഷനകത്തിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഒത്തിരി ഒന്നും പഠിക്കണം, PSC ക്ക് ആദ്യം ഓർത്ത് വെക്കുക. PSC ക്ക് ആദ്യം ഓർത്ത്. അതേപോലെ അണ്ടർ റീംഡ് പൈലിന് മറ്റൊരു പേരുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, അണ്ടർ റീംഡ് പൈലിന് മറ്റൊരു പേരുണ്ട്. എന്ത് പൈലെന്ന് അറിയാൻ പറ്റും? ബോർഡ് വരല്ലേ? ഓർത്ത് വെക്കുക. അണ്ടർ റീംഡ് പൈലിനെ വിളിക്കുന്ന പേരാണ് ബോർഡ് പൈൽ എന്ന് ഓർത്ത്. ഈ അണ്ടർ റീംഡ് പൈല് നമ്മുടെ ബിയറിംഗ് കപ്പാസിറ്റി എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യും? സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്ര പെർസെന്റേജ് ആയിരിക്കും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്? 50. അപ്പൊ ഓർത്തുക 50% ആയിരിക്കും ഇൻക്രീസ് ചെയ്യാൻ പോകുന്ന ഓർത്തുക. അപ്പൊ ഓർത്തുക്കേണ്ട കാര്യം എന്താ, ബോർഡ് പൈൽ എന്ന് പറഞ്ഞാൽ അണ്ടർ റീംഡ് പൈലിന് മറ്റൊരു പേരായിരിക്കും ബോർഡ് പൈൽ. അത് സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യും? 50%. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ഓർത്ത്. അപ്പൊ അണ്ടർ റീംഡ് പൈലിന് മറ്റൊരു പേരാണ് ബോർഡ് പൈൽ. അതിനകത്ത് ഓർത്തു വെക്കുക, അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്ര പെർസെന്റേജ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? 50% ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ഓർത്ത് വെക്കുന്ന മറ്റൊരു കാര്യമാണ് ടെസ്റ്റ് ബിറ്റ്. അപ്പൊ ഫൗണ്ടേഷനകത്ത് കുറെ സിഗ്നിഫിക്കന്റ് ഡെപ്ത് കണ്ടുപിടിക്കാം. ആ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ ഉള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ആണ് ടെസ്റ്റ് ബിറ്റ്. PSC ക്ക് ചോദിക്കാറുണ്ട്, ടെസ്റ്റ് ബിറ്റ് എടുക്കുന്ന എത്ര ഡെപ്തിലാണ്? 1.5 മീറ്റർ ഡിവൈഡഡ് ബൈ 1.5 മീറ്ററിലായിരിക്കും നമ്മൾ ടെസ്റ്റ് ബിറ്റ് കൊടുക്കുന്നത്. അപ്പൊ ടെസ്റ്റ് ബിറ്റ് സാധാരണ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? 1.5 മീറ്റർ ബൈ 1.5 മീറ്റർ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്തായിരിക്കും, നമ്മൾ എന്തോ ചെയ്യും, ഒരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറെ കുഴിയെടുക്കും. 1.5 മീറ്റർ ബൈ 1.5 മീറ്റർ ഇങ്ങനെ കുഴിയെടുത്ത് അതിന് എത്രമാത്രം ഡെപ്തിലാണ് അതിന് സെറ്റിൽമെന്റ് ഇല്ലാതെ നമ്മൾ എടുക്കാൻ പറ്റുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കന്റ് ഡെപ്ത്. പക്ഷെ അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ. PSC ക്ക് ഇത്രേ ഉള്ളൂ, ടെസ്റ്റ് ബിറ്റിന്റെ ഡെപ്ത് എത്ര, അത് മാത്രം പഠിക്കുക. ടെസ്റ്റ് ബിറ്റിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1.5 ഡിവൈഡഡ് ബൈ 1.5 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ പ്രോബിങ്. സൈറ്റിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ. പ്രോബിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സൈറ്റിൽ പോയി ഒരു പൈപ്പ് അടിച്ച് താഴോട്ട് ഇറക്കും. അപ്പൊ എത്രമാത്രം ഇത് നമുക്ക് സോയിലിന് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എത്രമാത്രം അടിച്ച് മാക്സിമം താക്കാൻ പറ്റും നോക്കുക. അപ്പൊ അതാണ് പ്രോബിങ് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രോബിങ് കൊടുക്കുന്ന ഡെപ്ത് എത്ര ആയിരിക്കും? 3 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി അതേപോലെ ഓർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം ഓഗർ ബോറിംഗ്. അപ്പൊ ഓഗർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ഈ മേശരിമാരുടെ ഇരിക്കുന്ന സാധനമാണ്. ഇങ്ങനെ സ്ക്രൂ പോലത്തെ ഇങ്ങനെ ഒരു താഴോട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം, ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു ത്രെഡ് പോലെ ഇങ്ങനെ അടക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഓഗർ ബോറിംഗ്. അപ്പൊ ഓഗർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ കറക്കിക്കൊണ്ടേയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഓഗർ ബോറിംഗ്. ഓഗർ ബോറിംഗ് ഓർഡിനറി സോയിൽ ആകുമ്പോഴത്തേക്ക് എത്ര? 6 to 8 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓഗർ ബോറിംഗ് എന്തായിരിക്കും? ഓഗർ ബോറിംഗ് ഓർഡിനറി സോയിൽ ആണെങ്കിൽ 6 to 8 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ലൂസ് സോയിൽ ആകുമ്പോഴത്തേക്ക് 15 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഓഗർ ബോറിംഗ് എന്തായിരിക്കും? ഓഗർ ബോറിംഗ് ഓർഡിനറി സോയിൽ ആകുമ്പോൾ എന്തായിരിക്കും? 6 to 8 മീറ്റർ ആയിരിക്കും. ലൂസ് സോയിൽ ആകുമ്പോൾ 15 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. PSC ക്ക് പിന്നെ അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഓർത്തുക, ടെസ്റ്റ് ബിറ്റിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ, പ്രോബിംഗ് ആകുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 3 മീറ്റർ. അതേപോലെ എന്തായിരിക്കും? അതേപോലെ ഓർത്ത് വെക്കണം, എന്തായിരിക്കും? ഓഗർ ബോറിംഗ് ആകുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും? 6 to 8 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഇനി അത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചോ. അത് ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ചോദിച്ചു. 3 മീറ്റർ പറഞ്ഞത് എന്തായിരുന്നു? പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് എടുത്ത് അടിച്ച് താഴോട്ട് കയറ്റി വെക്കുന്നവരുടെ വിളിക്കുന്ന പേരാണ് പ്രോബിംഗ് എന്ന് പറഞ്ഞ കേട്ടോ. കറക്റ്റ് ആയോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക നമ്മൾ. എന്നിട്ട് നമുക്കിനി പറയാം എന്തായിരിക്കും ഓർത്തൊക്കെ. ഷെഫിനെ നമ്മൾ എന്തുവാ പറഞ്ഞത്? ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷെഫിനെ ഒന്ന് പറഞ്ഞേ, ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
അൺസേഫ് സ്ട്രക്ചർ ടെമ്പററി ആയി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. അൺസേഫ് സ്ട്രക്ചറിന് ടെമ്പററി ആയിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഷോറിംഗ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഷോറിംഗ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ എബിൻ ഒന്ന് പറഞ്ഞ എത്ര ടൈപ്പ് ഷോറിംഗ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? ഏതൊക്കെയാന്ന് പറഞ്ഞു. റേക്കിംഗ്, ഫ്ലൈ, ഡെഡ് ഷോറിംഗ്. അപ്പോൾ റേക്കിംഗ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും? അത് ലക്ഷ്മി എന്ന് പറഞ്ഞേ. റേക്കിംഗ് എവിടെ കൊടുക്കുന്നതാണ് സപ്പോർട്ട്? ഏത് സപ്പോർട്ട് കൊടുക്കുന്നതാണ് ലക്ഷ്മി? റേക്കിംഗ് ഇൻക്ലൈൻഡ് ആയിട്ട്. അപ്പൊ ജയലക്ഷ്മി എന്ന് പറഞ്ഞ ഫ്ലൈ ഷോറിംഗ് എവിടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്ലൈ ഷോറിംഗ് ഫ്ലൈ ഷോറിംഗ് ഹൊറിസോണ്ടലി ആണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ ഓർത്ത് വെക്കുക ഫാത്തിമ ഒന്ന് വെക്കുക. ഡെഡ് ഷോറിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? വെർട്ടിക്കലായിട്ടായിരിക്കും കൊടുക്കുന്നത് ഓർത്ത് വെക്കുക. അതേപോലെ എന്താണ് അണ്ടർപിന്നിങ്? ദേവി നന്ദു, അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂ ഫൗണ്ടേഷൻ ഫോർ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ. അപ്പൊ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഫൗണ്ടേഷൻ. അപ്പൊ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ഓവർ ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ വിളിക്കുന്ന പേരാണ് അണ്ടർപിന്നിങ് എന്ന് പറയും. അതേപോലെ മീനു ഒന്ന് പറഞ്ഞ ടെസ്റ്റ് പിറ്റിന്റെ സൈസ് എത്ര ആയിരിക്കും? മീനു പിള്ളെ 1.5. അപ്പൊ പ്രോബിങ്ങിന്റെ ഡെപ്ത് എത്ര ആയിരിക്കും? പ്രോബിങ് എത്ര മീറ്റർ ആയിരിക്കും കൊടുക്കുന്നത്? വിനീഷ് എണ്ണ 3 മീറ്റർ ആണെന്ന് നോക്കൂ. ഓഗർ ബോറിംഗ് എത്ര ആയിരിക്കും സൗമ്യ? ഓർഡിനറി സോയിൽ ആണെങ്കിൽ 6 to 8 മീറ്റർ, ലൂസ് സോയിൽ ആണെങ്കിൽ 15 മീറ്റർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്തായാലും ഓർത്ത് വെക്കേണ്ടത്. PSC റിപ്പീറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഇച്ചിരി കണ്ടന്റ് ഇച്ചിരി കൂടുതലാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു തരും. കാരണം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കാണും. അപ്പൊ ഓർത്ത് വെക്കുക എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. ലൂസ് ഓയില് 15 മീറ്റർ ആണോ അതോ 50 മീറ്റർ ആണോ? 15 മീറ്റർ. വാഷ് ബോറിംഗ് 45 to 50 ഒക്കെ വരുന്നത്. അതല്ല, ഇത് ഓഗർ ബോറിംഗ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പം ശരി എന്നാ. ഗുഡ് നൈറ്റ്. വേറൊരു ക്ലാസ് ഉണ്ട്. ശരി.